Good evening, friends. Welcome to the Daily Analysis program. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഫസ്റ്റ് നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. നിഫ്റ്റി ഇത് ഡെയിലി ചാർട്ടാണ്. സോ ഡെയിലി ചാർട്ടിൽ നമ്മൾ വീക്ക്ലി ചാർട്ട് ഒന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ട്. നമ്മൾ ടാർഗറ്റ് ഇതിന് താഴെയാണ്. ലാസ്റ്റ് വീക്ക് വിക്സിന്റെ താഴെയാണ് പ്രതീക്ഷിച്ചത്. ബട്ട് ഒരു റിവേഴ്സൽ ആ ഒരു പൊസിഷനിൽ റിവേഴ്സൽ കണ്ടിന്യൂസ് ഫോം ആയിട്ടുണ്ട്. സോ നമുക്ക് ഡെയിലി ക്യാൻഡിൽ ഒന്ന് നോക്കാം. ഡെയിലി ക്യാൻഡിൽ ഒരു റിവേഴ്സലിന്റെ സിഗ്നേച്ചർ സൈൻ കാണിക്കുന്നുണ്ട്. സോ നമ്മളുടെ ക്രിട്ടിക്കൽ ഈ ഒരു പോയിന്റ് ആണ് 25, 930, 940 ഈ ഒരു ഏരിയ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു ഏരിയ ഓൾറെഡി റീടെസ്റ്റ് 1-2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് 5 മിനിറ്റ് കൂടുതൽ വിശദമായിട്ട് പറയാം ഞാൻ. സോ നാളെ ഇപ്പോൾ ഇന്നത്തെ ഇത് നോക്കുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് 2 ക്യാൻഡിൽ ഉണ്ടായിരുന്നു സെല്ലിംഗ്. പക്ഷേ ഇന്നലത്തെ ക്ലോസിംഗിന് അടുപ്പിച്ചൊരു സെല്ലിംഗ് ഉണ്ടായിരുന്നു. ഒരു താഴോട്ട് വന്നിട്ട് നമ്മളുടെ ഇതൊരു ട്രാപ്പാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു കണ്ടിന്യൂസ് ഈ ഒരു പോയിന്റിന് സപ്പോർട്ട് എടുത്ത പോയിന്റാണ്. ഓക്കെ, സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നാണ് മൊമെന്റം ഉണ്ടായിട്ടുള്ളത്. സോ അവിടെ നിന്ന് തന്നെയാണ് തിരിച്ചൊരു മൊമെന്റം മുകളിലോട്ട് പോയത്. സോ ഇവിടെ ആരൊക്കെ സെല് ചെയ്ത ഒരു സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്ത് മുകളിലോട്ട് പോയി. സോ നാളെ എൻ്റെ ഒരു അസംഷൻ പ്രകാരം ഈ ഒരു ഏരിയയിലാണ് ഓപ്പൺ ആവണമെങ്കിൽ, അതായത് 25,900 ഈ ഒരു ഏരിയയിലാണ് ഓപ്പൺ, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് ഈ ഒരു ഏരിയയിലാണ് ഓപ്പൺ ആവുകയാണെങ്കിൽ ഈ ഈ നമ്മുടെ പ്രൈസ് 930 മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ശ്രദ്ധിക്കുക, ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീക്ക്ലി പൊസിഷൻ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. ഓപ്ഷൻ ചാർട്ട് കാണിച്ചു തരാം എവിടെയാണ് ക്ലോസ് ചെയ്യേണ്ടതെന്ന്. സോ പ്രൈസ് സ്പോട്ട് ചാർട്ടിൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിലാണ് ഓപ്പൺ ആയി ഒരു പ്രൈസ് ആക്ഷൻ താഴോട്ട് ചിലപ്പോൾ താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. താഴോട്ട് വന്നിട്ട് ഒരു പുൾ ബാക്ക് ചെയ്ത് മുകളിലോട്ട് പോയി ഈ ഒരു ഏരിയയിൽ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇവിടുത്തെ പൊസിഷൻ ക്ലോസ് ചെയ്യാം. പൊസിഷൻ ട്രേഡിനുള്ള പൊസിഷൻ ക്ലോസ് ചെയ്യാം. ആരൊക്കെ ഇവിടെ ട്രേഡ് എടുത്തിട്ടുണ്ടോ അവർക്കെല്ലാം ക്ലോസ് ചെയ്യാം. അല്ല ഈ ഒരു ഏരിയയിലാണ് ക്ലോസ് ആയിട്ട് ഈ ഓപ്പൺ ആയിട്ട് താഴോട്ട് വരാണെങ്കിൽ പിന്നെ ഇതല്ല സപ്പോർട്ട്, ഇവിടെ സപ്പോർട്ട് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ടാർഗറ്റ് അനുസരിച്ച് ഒരു താഴോട്ട് നല്ലൊരു മൊമെന്റം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നാളെ ഞാനൊരു ട്രെൻഡിങ് മാർക്കറ്റാണ് എക്സ്പെക്ട് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഇന്നൊരു ഡോജി ക്യാൻഡിലായിരുന്നു. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ താഴെ വരാനുള്ള ചാൻസ് ഉണ്ട്. 690, 680, ഓൾമോസ്റ്റ് 650 ആ റേഞ്ചിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. മുകളിലോട്ടാണ് ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആകണം. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആകണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കുറച്ച് ഗ്യാപ്പ് അപ്പ് ആവണമോ, ഒത്തിരി ഗ്യാപ്പ് അപ്പ് ആവാൻ പാടില്ല. ഒരു 50-60 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ട് മുകളിലോട്ടാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ രണ്ട് ക്യാൻഡിലിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് ആണ് കാണുന്നത്. ഓക്കെ, ഇതാണ് നാളത്തെ ട്രേഡിന്റെ എക്സ്പെക്ടേഷൻസ് നിഫ്റ്റിയുടേത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഞാൻ നിഫ്റ്റിന്റെ ഓപ്ഷൻ ചാർട്ട് കാണിച്ചു തരാം. നമ്മൾ 25,900 ഈ പ്രൈസ് നമ്മൾ ട്രേഡ് ട്രിഗർ ആയത് 5 മിനിറ്റ് ചാർട്ട് എടുക്കാം ഒന്നുകൂടെ. നമ്മൾ ട്രേഡ് ട്രിഗർ ആയത് മൺഡേ ട്രിഗർ ആയിട്ടില്ല. ഈ ഒരു പൊസിഷനിൽ നിന്ന് നമുക്കൊരു എൻട്രി കിട്ടിയില്ല, മുകളിലോട്ടാണ് പോയത്. സോ ഈ ട്രേഡ് ട്രിഗർ ആയത് ഇവിടെയാണ്. ഈ ട്രേഡ് ട്രിഗർ ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ നമ്മൾ സ്പോട്ട് എടുക്കുകയാണെങ്കിൽ 25,900 സ്പോട്ട് ഓൾമോസ്റ്റ് 955 ട്രിഗർ ആയത്. സോ ഈ ക്യാൻഡിലാണ് ട്രിഗർ ആയത്. സോ നമ്മുടെ എൻട്രി ഇവിടെ ആയിരിക്കും, സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും. ഓൾമോസ്റ്റ് 116 എൻട്രി ആയിരിക്കും, 116 അടുപ്പിച്ച് 185, 186 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. സോ ആ പൊസിഷൻ ഇപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ഓൾമോസ്റ്റ് 60 ടച്ച് ചെയ്തിട്ട് 73 അടുപ്പിച്ചുണ്ട്. സോ നിങ്ങൾക്ക് എനിവേ നാളെ ക്രോസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 1:1 മുകളിൽ 1:2 അടുപ്പിച്ചുള്ള പോയിന്റ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നാളെ ക്ലോസ് ചെയ്യാൻ പറഞ്ഞത്. കാരണം ഇത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഒരു ഫോള് വീക്ക്ലി ക്യാൻഡിൽ നാളെ പിന്നെ ഈ ഗ്യാപ്പ് ഓപ്പൺ ആയി ക്രോസ് ചെയ്താൽ ചിലപ്പോൾ മുകളിലോട്ട് നല്ല രീതിയിൽ പോകാനുണ്ട്. സോ ആ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് എത്തുകയാണെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യുക. എത്ര പോയിന്റ് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും അതനുസരിച്ച് ക്ലോസ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ അത് ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഇതാണ് നിഫ്റ്റി ചാർട്ട്. ബാങ്ക് നിഫ്റ്റി എടുക്കുകയാണെങ്കിൽ ഇന്ന് ഇതേപോലെ ഒരു ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ സ്റ്റാർട്ടിങ്ങിൽ ബുള്ളിഷ് ആയിരുന്നു. ഒരു കണ്ടിന്യൂസ് 2 ക്യാൻഡിൽ എടുത്തു, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായി, ഇതായില്ല, ക്രോസ് ആയില്ല.
താഴോട്ട് വന്നു ഒരു ട്രാപ്പായിരുന്നു. പക്ഷെ ഇത് ഈ ഡേ ക്യാൻഡിൽ താഴോട്ട് ക്ലോസ് ആയി. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ക്രോസ് ആയി പക്ഷെ ക്ലോസ് ആയിട്ടില്ല. നമുക്ക് ക്ലോസിംഗ് കൂടെ നോക്കേണ്ടി വരും. സോ അവിടെ പിന്നെ ഒരു സപ്പോർട്ട് എടുത്തു, പിന്നെ കണ്ടിന്യൂസ് നല്ലൊരു മൊമെന്റം മുകളിലോട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സെൽ ഓഫ് ഉണ്ടായിരുന്നു ഡേ ഇതിൽ. മാഗ്നിഫിഷൻ നമ്മൾ സെല്ലിങ്ങിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾറെഡി പൊസിഷനിൽ സെല്ലിങ്ങിലാണ് നമ്മുടെ പൊസിഷൻ നിൽക്കുന്നത്. ഓക്കെ, സോ ഇത് രണ്ടുമാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ചാർട്ട്. ബിറ്റ് കോയിൻ എടുക്കുകയാണെങ്കിൽ ബിറ്റ് കോയിൻ ഡെയിലി ചാർട്ട് നോക്കാം. ബിറ്റ് കോയിൻ ഡെയിലി ചാർട്ട് എടുക്കുകയാണെങ്കിൽ പിന്നെയും ഒരു ഉണ്ടോ റിവേഴ്സൽ ഉണ്ടായിട്ടുണ്ട് ഇന്ന്. സോ ഇത് ബാങ്ക് ബിറ്റ് കോയിൻ ഈസ് റെഡി ഫോർ എ ബിഗ് മൂവ്. അത് ബിക്കോസ് ഈ മന്ത് ഡിസംബർ ആയതുകൊണ്ടാണ് ഇത്ര കൺസോൾട്ടേഷൻ വരുന്നത്. ഇല്ലെങ്കിൽ ഏത് ഡയറക്ഷൻ നല്ലൊരു മൂവ്മെന്റിനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഉണ്ടോ 4 ഡേയ്സ് ആയിട്ട് ഓൾമോസ്റ്റ് സെയിം പോയിന്റിലാണ് നിൽക്കുന്നത്. വീക്കിലി ചാർട്ട് ഒന്നും കൂടെ നോക്കാം. ലാസ്റ്റ് വീക്ക് നമ്മൾ പറഞ്ഞില്ലായിരുന്നു 2 വീക്കായിട്ട് ഉണ്ടോ, 4 വീക്കായിട്ട് ഓൾമോസ്റ്റ് സെയിം ഏരിയയിലാണ് വീക്കിലി ചാർട്ട് നിൽക്കുന്നത്. സോ വെരി ബിഗ് മൊമെന്റത്തിനുള്ള ചാൻസ് ഉണ്ട്. വെരി ബിഗ് മൊമെന്റം, നോട്ട് സോ ലൈക്ക് 2000-3000 പോയിന്റ്, മോർ ദാൻ 6000-7000 പോയിന്റിന് മോർ ദാൻ ഉള്ള മൊമെന്റത്തിന് ചാൻസ് ഉണ്ട്. കംപ്രസ് ആയി നിൽക്കുകയാണ്. ഓക്കെ, സോ സിൽവർ എടുക്കുകയാണെങ്കിൽ സിൽവർ ഓൾറെഡി നമ്മൾ ഡെയിലി ക്യാൻഡിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വീക്ക്ലി ക്യാൻഡിൽ ഞാൻ പറഞ്ഞതെന്ന് ഓർമ്മ ഉണ്ടായിരുന്നു തോന്നുന്നു. കണ്ടോ, വീക്ക്ലി ക്യാൻഡിൽ ഈ ഒരു ഏരിയയിൽ സെല്ലിംഗ് ഉണ്ട്. അതൊരു കൺഫ്യൂസിങ് ക്യാൻഡിലാണ്. വീക്ക്ലി പൊസിഷണൽ ട്രേഡിന് ഈ ഒരു ക്യാൻഡിൽ സൂട്ടബിൾ അല്ലായിരുന്നു. പക്ഷേ ഡെയിലി ക്യാൻഡിൽ നോക്കാം. ഡെയിലി ക്യാൻഡിൽ കുറച്ച് ബുള്ളിഷ് ആയിരുന്നു ഇന്നലെ. ഇത് പോയി പിന്നെ അവിടെ നിന്ന് സെല്ലിംഗ് ഉണ്ടാകുന്നുണ്ട്. വീക്ക്ലി ക്യാൻഡിൽ കൺഫ്യൂസിങ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു നമുക്ക് ഡയറക്ഷനിൽ കിട്ടാനുള്ള ചാൻസ് കുറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഗോൾഡ് എടുക്കാം. ഗോൾഡ് ഓക്കെ ആണ്. ഗോൾഡ് ഈ ഒരു നമ്മളെ ട്രേഡ് ബുള്ളിഷ് തന്നെയാണ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. സോ മുകളിലോട്ട് തന്നെയാണ് കാണിക്കുന്നത് ഗോൾഡ്. നമ്മൾ ഇന്നത്തെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എടുക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് ഒരു റിവേഴ്സൽ കാണിക്കുന്നുണ്ട്. ഒരു ഡബ്ല്യു പാറ്റേൺ ഫോർമേഷൻ പോലെ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഹൈ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാൻ ദെൻ ഇറ്റ് വിൽ ബി ഗോയിങ് അപ്പ്. ഓക്കെ, ദെൻ നിഫ്റ്റി മിഡ് ക്യാപ്പ് ചാർട്ട് എടുക്കുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് ആയിരുന്നു. 0.21% പോസിറ്റീവ് ആയിരുന്നു. സോ നിഫ്റ്റി മിഡ് ക്യാപ്പും സെയിം ഒരു ഡബ്ല്യു പാറ്റേൺ ഫോം ആവുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് മൂവ് ആവുന്നത്. ഞാൻ ലാസ്റ്റ് വീക്ക് പറഞ്ഞ ഒരു സ്റ്റോക്കേ പറഞ്ഞിട്ടുള്ളായിരുന്നു. അത് വീക്ക്ലി ക്യാൻഡിൽ എടുത്ത് കാണിച്ചു തരാം. ഹീറോ മോട്ടോർ കോപ്പ് ആയിരുന്നു. ഞാൻ ഇതിന്റെ താഴെ സെല്ലിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഡെയിലി ക്യാൻഡിൽ എടുക്കുകയാണെങ്കിൽ ടാർഗറ്റ് ഇതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ബ്രിഡ്ജിങ് ക്യാപ്പ് ആ ഏരിയ വരെ വന്നിട്ടുണ്ട്. ഓൾറെഡി ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. ഡെയിലി ക്യാൻഡിൽ എടുത്ത് കാണിക്കാം. ഡെയിലി ക്യാൻഡിൽ ഫസ്റ്റ് ഡേ നമുക്ക് മൺഡേ അത് ബ്രേക്ക് ആയിരുന്നു. പക്ഷെ എൻട്രി കിട്ടിയിട്ടുണ്ടായില്ല. ഓക്കെ, നമുക്ക് എൻട്രി നോക്കുകയാണെങ്കിൽ ഇത് മൺഡേ ആയിരുന്നു. ഫോളായി, ഇതായിരുന്നു നമ്മൾ സെല്ലിംഗ് ഏരിയ. ഇത് ഫോളായി, ബട്ട് നമ്മളെ ഗ്രീൻ ക്യാൻഡിൽ ക്രോസ് ആയിട്ടില്ല. ഞാൻ പറയുന്നില്ലേ. സോ ഇവിടെ നിന്ന് ക്രോസ് ആയിട്ടുണ്ട്, ഇത് ക്രോസ് ആയിട്ടുണ്ട്. പക്ഷെ ആ ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ആയിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ എൻട്രി എടുക്കായിരുന്നു. ബട്ട് അത് പിന്നെ അത് മുകളിലോട്ട് പോയി. ബട്ട് ഇന്നലെ വെനസ്ഡേ നല്ലൊരു ഫോൾ ആയിരുന്നു. ഇവിടെ എൻട്രി എടുക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഓൾറെഡി ഇവിടെ ഒരു റീടെസ്റ്റ് ആയതുകൊണ്ട് ഇത് സപ്പോർട്ട് വരത്തില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ഒന്നീ ഈ രണ്ടാമത്തെ പ്രാവശ്യം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് റിവേഴ്സിൽ നിങ്ങൾക്ക് പ്രോപ്പർ എൻട്രി എടുക്കണം. സെക്കൻഡ് ടൈം ഫോൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നീ ഇത് ക്രോസ് ആയതിനു ശേഷം എൻട്രി എടുക്കാം. ക്ലോസിംഗിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, സെക്കൻഡ് ടൈം ആയതുകൊണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് ഇവിടെ എൻട്രി എടുക്കാം. അവിടെ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇതായിരുന്നു. അതിന് താഴെയും പോയി നിങ്ങൾക്ക് ഒന്ന് ഇവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ. പിന്നെ ഒരു സ്മോൾ കൺസൾട്ടേഷൻ റിവേഴ്സൽ ഉണ്ടായിട്ടുണ്ട്. സോ ആ ഹീറോ മോട്ടോകോപ്പ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. നമ്മളെ വീക്ക്ലി പൊസിഷൻ നമ്മൾ പറഞ്ഞ സ്റ്റോക്ക്. ഓക്കെ, സോ പിന്നെ നമ്മൾ ഇന്നത്തെ ഹീറ്റ് മാപ്പ് നോക്കാം. ഹീറ്റ് മാപ്പ് എടുക്കുകയാണെങ്കിൽ നിഫ്റ്റി ഡൗൺ ആയിരുന്നു. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു. 0.01% എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ വളരെ കുറവാണ്. നെക്സ്റ്റ് 50 0.36 ഡൗൺ ആയിരുന്നു. സ്മോൾ ക്യാപ്പ് ഡൗൺ ആയിരുന്നു. മിഡ് ക്യാപ്പ് പോസിറ്റീവ് ആയിരുന്നു. സോ നിഫ്റ്റി 50 സ്റ്റോ എടുക്കുകയാണെങ്കിൽ ഇൻഡിഗോ ഒരു റീട്രേസ്മെന്റ് കാണിക്കുന്നുണ്ട്. 2.90 അപ്പായിരുന്നു. TCS 1.97, മാക്സ് ഹെൽത്ത് 1.64 അപ്പായ സ്റ്റോക്സ് ആണ്. പവർ ഗ്രിഡ് ഡൗൺ ആയിരുന്നു 1.23, സൺഫാർമ ഡൗൺ ആയിരുന്നു 2.62, ടാറ്റ സ്റ്റീലും ഡൗൺ ആയിരുന്നു.
നെക്സ്റ്റ് 50 എടുക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ സിങ്ക് 2.20, ഹിന്ദുസ്ഥാൻ സിങ്ക് കുറച്ച് നാളായിട്ട് അപ്പ് ആവുന്നുണ്ട്. വേദാന്ത 1.59, ഡിവിസ് ലാബ് 1.51 അപ്പായിരുന്നു. എൻട്രിൻ 4.10, യുണൈറ്റഡ് സ്പിരിറ്റ് 2.37. യുണൈറ്റഡ് സ്പിരിറ്റ് ഐ തിങ്ക് ഇന്നലെയും ഡൗൺ ആയിരുന്നു തോന്നുന്നു, ഓർമ്മ കിട്ടുന്നില്ല. മിഡ് ക്യാപ്പ് എടുക്കുകയാണെങ്കിൽ HDFC AMC 7.23. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ന്യൂസിൽ AMC ലൈക്ക് മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്സിനൊക്കെ ഒരു പോസിറ്റീവായിട്ട് വരാനുള്ളൊരു SW ഓർഡർ ഉണ്ടായി. സോ അവരുടെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറയും, അത് അവർക്കൊരു മാർജിൻ കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് AMC സ്റ്റോക്സ് ഒക്കെ അപ്പായത്. നല്ലൊരു മൂവ്മെൻറ്റം ആയിരുന്നു HDFC AMC. പോളിസി ബസാർ 3.97 അപ്പായിരുന്നു. പവർ ഇന്ത്യ 5.25 ഡൗൺ ആയിരുന്നു. GVT&D 3.22 ഡൗൺ ആയിരുന്നു. സ്മോൾ ക്യാപ്പും കൂടെ ഒന്ന് നോക്കാം. HPL എഞ്ചിനീയറിംഗ് 7.23 അപ്പായിരുന്നു. ആർ പവർ 5.91 അപ്പായിരുന്നു. HPL എഞ്ചിനീയറിംഗ് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യണം കേട്ടോ, നല്ലൊരു സ്റ്റോക്കാണ്, റെക്കമെൻഡേഷൻ അല്ല, ബട്ട് നല്ലൊരു സ്റ്റോക്കാണ്. അതിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിലെ റിസൾട്ട് നല്ല റിസൾട്ട് ആയിരുന്നു. ഓക്കെ, സോ നിങ്ങളൊന്ന് Q2 റിസൾട്ട് നല്ല റിസൾട്ടായിരുന്നു, നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യണം ഈ സ്റ്റോക്ക് ഒന്ന്. KPL ഡൗൺ ആയിരുന്നു. RK4 ഡൗൺ ആയിരുന്നു 3.66. ഓല ഇലക്ട്രിക് 4.38 ഡൗൺ ആയിരുന്നു. ഓല ഇലക്ട്രിക് കണ്ടിന്യൂസ് ഫോളോ ആവുന്നുണ്ട്. സംതിങ് റോങ്, എന്താണെന്ന് നോക്കണം, ഞാൻ നോക്കിയിട്ട് അനലൈസ് ചെയ്തിട്ട് പറയാം. സോ ഇന്നത്തെ മെയിൻ ന്യൂസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒമാനും ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ആയിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് 98% ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഐറ്റംസിന് അത് ഫ്രീ ട്രേഡ് ആയിരിക്കും, ഡ്യൂട്ടി ടാക്സ് ഒന്നും ഇല്ലാണ്ട്, ടാരിഫ് ഒന്നും ഇല്ലാണ്ട്. അതൊരു എക്സ്പോർട്ടിനൊരു ബൂസ്റ്റ് ആയിരിക്കും. സെക്കൻഡ്ലി റുപ്പീസ് അഗെയിൻ ഇതായിട്ടുണ്ട്, ഹയർ ആയിട്ടുണ്ട്. മീൻസ് 90.2 വരെ ഞാൻ നോക്കിയായിരുന്നു, ലാസ്റ്റ് നോക്കിയാൽ 90.2 ആയിരുന്നു. പിന്നെ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു AMCന് മ്യൂച്വൽ ഫണ്ട്സിനുള്ള മെയിൻ്റനൻസ് കോസ്റ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്സ് ഒക്കെ ഒരു മൊമെൻറ്റം കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്സ് ഒക്കെ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഇന്നത്തെ അനാലിസിസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. താങ്ക്സ്, ബൈ ബൈ.